ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അക്കാഡമിക്സ് PSCയിലേക്ക് വീണ്ടും ഹർദ്ദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സിവിക്സുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കുകയാണ്. കഴിഞ്ഞ 2 ഫേസ് ഓഫ് ഡിഗ്രി പ്രിലിംസിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ കൂടി എടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുകയാണ്. ഒരു റിവിഷൻ നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജനറലി നമ്മൾ ചെയ്യുന്നത് സിവിക്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തു നിന്നും ചില ചോദ്യങ്ങൾ എടുക്കുകയാണ്. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ള ഭാഗങ്ങൾ. സ്റ്റേജ് 3ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റഡി പ്ലാൻ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാവും നമ്മളുടെ ഡിഗ്രി മെയിൻസിൻ്റെ സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഏതാണ്ട് അതുപോലെയല്ല, മെയിൻസിൻ്റെ സ്റ്റഡി പ്ലാനിൽ കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാൻ കൃത്യമായിട്ട് വീഡിയോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, നമ്മളൊന്ന് ഒരു സ്റ്റേജ് 3ക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് വേണ്ടി തന്നിട്ടുള്ള ഒരു നീണ്ട ക്ലാസ്സുകളുടെ ഒരു നിര സീരീസ് ആയിരുന്നു. ഇനി അതിൽ ബാക്കിയുള്ള ഒരു ക്ലാസ് എന്ന് പറയുന്നത് സിവിക്സ് ആണ്. അതെന്ത് ചെയ്യുക, അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നോക്കി പോവാം. ഇനി ഞാൻ മെയിൻസിൻ്റെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. മെയിൻസുമായി ബന്ധപ്പെട്ട സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളും മറ്റു കാര്യങ്ങളും ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മെയിൻസിൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് എടുക്കുന്ന കുട്ടികൾക്കായിട്ടായിരിക്കും. കാരണം മെയിൻസ് എന്ന് പറയുന്നത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. വളരെ കൺസൈസ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സ്റ്റഡി പ്ലാൻ കൂടിയാണ്. അത് നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സിവിക്സിന്റെ റിവിഷൻ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സിവിക്സിന്റെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവുകയാണ്. ഓൾസോ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പം നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും സിവിക്സ് ആണെങ്കിലും കുറച്ച് എന്താ പറയുക, പരീക്ഷകളിലായിട്ട് നിങ്ങളുടെ കൺസെപ്റ്റുകൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ, സിവിക്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അവയുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്റ്റുകൾ, വ്യക്തികളെയൊക്കെ അറിയുന്നതിനോടൊപ്പം തന്നെ ഇത് എന്തിന്, എങ്ങനെ എന്നൊക്കെ കൂടി അറിയുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും ചെക്ക് ചെയ്യുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ ആ ഒരു എന്താ പറയുക ഭാഗങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്ന് എന്ത് ചെയ്യുക, പ്രത്യേകം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കിടക്കാൻ പോവുകയാണ്, സിവിക്സിന്റെ ഭാഗങ്ങളിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ റിവിഷൻ ഏതാണ്ട് ഒരു സർട്ടൻ പോയിന്റ് വരെ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ കൂടി ആഡ് ചെയ്യണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതുകൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള PDF നമ്മളുടെ അക്കാഡമിക്സ് PSC എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സിന് ശേഷവും ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട PDF-കൾ നമ്മൾ അക്കാഡമിക്സ് PSC ടെലിഗ്രാം ചാനലിലാണ് നമ്മൾ ആഡ് ചെയ്യാറുള്ളത്. അവിടെ വന്നാൽ നിങ്ങൾക്ക് സിവിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്ട്രാ, ഇനി നമ്മൾ ചർച്ചയുടെ അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിവിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ ഭാഗത്തേക്ക് കടക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ബ്യൂറോക്രസിയുമാണ് ആദ്യത്തെ 2 ചോദ്യങ്ങളിലൂടെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത്. നോക്കൂ, ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക. നോക്കൂ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസി ആൻഡ് an academic discipline that studies this implementation and that prepares the civil servants for this work എന്ന് പറയുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത്, ഒരു വാക്കിന്റെ ആ ഒരു രീതിയുടെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഡെഫിനേഷൻ എന്ത് ചെയ്യുകയാണ്, കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് തന്നെയാണോ നിങ്ങളുടേതായിട്ടുള്ള മനസ്സിലുള്ള ഡെഫിനേഷൻ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നോക്കുക. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ത്, അല്ലെ, ബ്യൂറോക്രസി എന്ത് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇനി ദ ടേം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ വുഡ്രോ വിൽസൺ ഇൻ ഹിസ് എസ്സേ ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നു. ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എമേർജ്ഡ് ഇൻ 1980s. പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എംഫസൈസിങ് മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ചസ് എന്ന് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഗുഡ് ഗവർണൻസ് ഈസ് വൺ ഓഫ് ദ കീ ഗോൾസ് ഓഫ് മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നു. നോക്കൂ, ഇത് നിങ്ങൾ എന്താണ്, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു രീതി, എന്തിന്, എങ്ങനെ, നേരത്തെ പറഞ്ഞില്ലേ, കൺസെപ്റ്റ്, ലോജിക്കലായിട്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നെന്ത് ചെയ്യുകയാണ്, നോക്കുകയാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഏതാണ്ട് അതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്ക് അറിയുന്നുണ്ട്, അല്ലെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അത് തന്നെ ആയിരിക്കും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു ഏതാണ്ട് ഐഡിയ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ എന്തായാലും ഉണ്ട്. അപ്പൊ ഒന്നില്ലാത്ത ഒരെണ്ണം നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാം, കളയാം. അപ്പൊ 2, 3 and 4 എന്ന് പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല, അല്ലെ. 2, 3 and 4 എന്ന് പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്ന് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് കളഞ്ഞ് വെറുതെ അപ്പം തന്നെ വെട്ടിയിടാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ്, അല്ലെ. ഇനി 4ാമത്തെ നോക്കിക്കേ, ഗുഡ് ഗവേണൻസ് ഈസ് വൺ ഓഫ് ദ കീ ഗോൾസ് ഓഫ് മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതൊരു വളരെ പോസിറ്റീവ്, വളരെ
പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ. 4 അപ്പോൾ എന്തായാലും ശരിയാവും എന്നറിയാലോ നമുക്ക്. അപ്പൊ എന്ത് ചെയ്യാം, 4 ഇല്ലാത്ത ഒരെണ്ണവും നമുക്ക് എന്ത് ചെയ്യാം, കളഞ്ഞിടാം അല്ലെ. 4 ഇല്ലാത്ത ഒരെണ്ണം എന്ത് ചെയ്യുന്നു, നമ്മൾ കളഞ്ഞിടുന്നു. ഇനി എന്താ നോക്കുന്നത്, 1 2 3 and 4, 1 3 and 4 ഇതാണ് വന്നിട്ടുള്ളത്. 1 2 3 and 4 1 3 and 4 ഈ രണ്ട് ഓപ്ഷൻസിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഒരെണ്ണം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, എന്താ വന്നിട്ടുള്ളത്, ഇവിടെ 2ന്റെ അവസ്ഥ കണ്ടെത്തിയാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അല്ലെ, 2ന്റെ അവസ്ഥ കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും. കാരണം 3 നോക്കിയിട്ട് കാര്യമില്ല, രണ്ടിലും 3 വരുന്നുണ്ട്, 2ലേക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എത്തിയിരിക്കുകയാണ്. ദ ടേം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ വുഡ്രോ വിൽസൺ ഇൻ ഹിസ് എസ്സേ ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നോക്കൂ, നമ്മൾ വുഡ്രോ വിൽസനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാം. അവിടെ നിങ്ങളെ പിടിക്കാൻ നോക്കുകയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. അവിടെ പല ആളുകളും പിടിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ആൻസർ എന്താണ്, 1 3 and 4 എന്ന് പറയുന്നതാണ് അവിടുത്തെ ആൻസർ വരുന്നത്. അവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്, 1 3 and 4 ആണ്. കാരണം നോക്കൂ, പറഞ്ഞുതരാം. അലക്സാണ്ടർ ഹാമിൽട്ടൺ യൂസ്ഡ് ദ വേർഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഇയർ 1812. എവിടെയാണ്, 1812. വുഡ്രോ വിൽസൺ 887 വളരെ പ്രശസ്തമായിട്ടുള്ള എസ്സേ ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇറക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട്, നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ, അക്കാഡമിക് ഡിസിപ്ലിൻ എന്ന വാക്ക് ഇവിടെ പ്രത്യേകം ഉപയോഗിക്കുന്നുണ്ട്. ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് അദ്ദേഹം കൊണ്ട്. ഹി ഡിസ്റ്റിംഗ്വിഷ്ഡ് പൊളിറ്റിക്സ്, അതായത് പോളിസി മേക്കിംഗ് ഫ്രം അഡ്മിനിസ്ട്രേഷൻ. പൊളിറ്റിക്സ് അഥവാ പോളിസി മേക്കിങ്ങും പോളിസി എക്സിക്യൂഷനും തമ്മിൽ, നമ്മളുടെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഈ കൺസെപ്റ്റുകൾ പോളിസി, പോളിസി ഇംപ്ലിമെന്റേഷൻ, പോളിസി എക്സിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു തലത്തിൽ നിന്ന് റിലേറ്റഡ് ഫാക്ടുകളായിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ വുഡ്രോ വിൽസൺ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് വുഡ്രോ വിൽസൺ അതിനാൽ തന്നെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്നുള്ള രീതിയിൽ ആരെ പറയാറുണ്ട്, നമ്മൾ വുഡ്രോ വിൽസനെ പറയാറുണ്ട്. അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിൽ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അലക്സാണ്ടർ ഹാമിൽട്ടൺ ആണ് എന്ത് ചെയ്യുന്നത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരായിരുന്നു, അത് നമ്മളുടെ അലക്സാണ്ടർ ഹാമിൽട്ടൺ ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അറിയുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ. അതിലെന്ത് ചെയ്യരുത്, അതിൽ വേറെ രീതിയിലുള്ള ഒരു ഡൗട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. കൃത്യമാണല്ലോ. അപ്പോൾ ഇതൊരു വളരെ ചെറിയ ഫാക്ച്വൽ ആയിട്ടുള്ള എന്താ പറയുന്നത്, ഒരു എറർന്നോ ഫാക്ച്വൽ ആയിട്ട് മാത്രമുള്ള എന്താ പറയുക, ഒരു ചേഞ്ച് മാത്രമാണത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചില ഭാഗങ്ങൾ നോക്കിക്കുക നിങ്ങൾ, എന്തൊക്കെയാ വരുന്നത് എന്നുള്ളത്. ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു രീതി അല്ലെ. ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ രീതി എവിടെ നിന്നാണ് വരുന്നത്, ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എമർജ്ഡ് ഇൻ UK ആൻഡ് ന്യൂസിലൻഡ് ഇൻ 1980s അണ്ടർ താച്ചർ ആൻഡ് റീഗൻ. ഓക്കെ, ആരെല്ലാമാണ് താച്ചറും റീഗണും? UK-യുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വനിതാ പ്രധാനമന്ത്രിയായിരുന്നു താച്ചർ. റീഗൻ ആരായിരുന്നു, റൊണാൾഡ് റീഗൻ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ വളരെ പ്രശസ്തനായിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നത് നോക്കൂ, ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എഫിഷ്യൻസി വേണം, പ്രൈവറ്റൈസേഷൻ എന്ത് ചെയ്യണം, നടപ്പിലാക്കണം, ആൻഡ് പെർഫോമൻസ് മെഷർമെന്റ് നടത്തണം. അതായത് നമ്മൾ സാധാരണ സർക്കാർ തലം എന്ന് പറയുന്ന സമയത്ത്, ഗവൺമെന്റ് തലം എന്ന് പറയുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഉള്ളിലേക്ക് ഈ പെർഫോമൻസ് മെഷർമെന്റ്, പ്രൈവറ്റൈസേഷന്റെ രീതികൾ കൊണ്ടുവരുന്നത്, എഫിഷ്യൻസി സ്ട്രെസ്സിങ്, ഇതൊക്കെ വളരെ കുറവാണ് അല്ലെ. ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി വളരെ കുറഞ്ഞ, ഒരുപാട് സമയമെടുത്ത് കുറവ് ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ളൊരു തലമാണ് പലപ്പോഴും പറയാറുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു എഗെയിൻസ്റ്റ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്താണ്, ആളുകൾ വളരെ ആൻസറബിൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, എഫിഷ്യൻസി വളരെ കൃത്യമായിരിക്കും. പ്രൈവറ്റൈസേഷൻ എന്ന തലം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അക്കൗണ്ടബിലിറ്റി വരും, കുറച്ചുകൂടി എന്ത് ചെയ്യും, പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ പോവും. ആൻഡ് പെർഫോമൻസ് മെഷർ ചെയ്യും, പെർഫോമൻസ് അനുസരിച്ചേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. എവിടെ, ഗവൺമെന്റിൽ. അപ്പൊ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ ഈ തലത്തിൽ മാറ്റിയെടുക്കുന്ന രീതിയായിരുന്നു ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന തരത്തിൽ പറയുന്നത്. ഈ ഒരു ടേം പൊങ്ങി വരുന്നത് UK-യിലും ന്യൂസിലൻഡിലും ഒക്കെയാണ്. പിന്നെ UK-യിലെ താച്ചറും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ റീഗനുമാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ അടിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ലീഡർമാരായിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഗുഡ് ഗവർണൻസ്, നിങ്ങൾക്കറിയാം ഗുഡ് ഗവർണൻസ് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫ്രെയിംവർക്കിലാണ് എന്ത് ചെയ്യുന്നത്, ഈ രീതിയിലൊരു ടേം നല്ല രീതിയിൽ പുഷ് ചെയ്തു വരുന്നത്. എന്തൊക്കെയാണ് ഗുഡ് ഗവർണൻസിന്റെ ലക്ഷണങ്ങൾ? പലപ്പോഴും നമ്മളുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ടും ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ടിട്ടും ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ് അല്ലെ. PSC നിങ്ങൾ കുറേ പേപ്പർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഗുഡ് ഗവർണൻസിന്റെ അർത്ഥം, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ആദ്യ ടേം കഴിഞ്ഞപ്പോൾ പറഞ്ഞ അതേ കാര്യം നോക്കുക, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ് തന്നിട്ട്
എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേമുകൾ ചോദിച്ചാൽ ഈ ടേമുകളെല്ലാം എന്താവണം? പോസിറ്റീവ് ആവണം അല്ലെ? ഇനി ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് തരുന്നത് അല്ലെ, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ടേമുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ടേമുകളൊക്കെ നെഗറ്റീവ് ആവണം. കാരണം ഒരു നെഗറ്റീവ് ടേം, നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവമേ നെഗറ്റീവ് ഔട്ട്കമ്മിലേക്ക് നയിക്കുന്നുള്ളൂ അല്ലെ? അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക? ഇവിടെ നോക്കിക്കേ, ഗുഡ് ഗവേണൻസ് ഒബ്വിയസ്ലി എ പോസിറ്റീവ് ടേം. അപ്പൊ എന്തൊക്കെ വേണം? ഒരാൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ, ട്രാൻസ്പെറന്റ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, കൃത്യമായ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് വേണ്ട റെസ്പോൺസീവ്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇക്വിറ്റി, കൃത്യമായ ആളുകളെ നോക്കിയിട്ട് ഇക്വിറ്റി സ്വഭാവത്തിൽ പോവുകയാണെങ്കിൽ, ഇൻക്ലൂസീവ്നെസ് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ, റൂൾ ഓഫ് ലോ പാലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ, പാർട്ടിസിപ്പേഷൻ, ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം എന്തിന്റെ ഉദാഹരണങ്ങളാണ്? ഗുഡ് ഗവേണൻസിന്റെ ഉദാഹരണങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് 1, 3, 4 ഇത് നമുക്ക് വുഡ്രോ വിൽസൺ എന്ന് പറയുന്ന ഒരു പേര് അല്ലെ. എന്താണ് വുഡ്രോ വിൽസൺ എന്ന് പറയുന്ന പേര്? അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ധാരാളമായിട്ട് കാണാറുണ്ട്, പഠിക്കാറുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു എന്ത് ചെയ്യാം? ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സാധിക്കുന്നുണ്ട്. ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, വുഡ്രോ വിൽസൺ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? He is known as the father. He is known as the father of public administration. മനസ്സിലാവുന്നുണ്ടോ? 886, 86 87 ഈ എസ്സേനെ പറയാറുണ്ട്, വർഷം പറയാറുണ്ട്. 86, 87 2 വർഷവും പറയാറുണ്ട്. 86, 87 2 വർഷങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു എസ്സേ ആണ് എന്ത് ചെയ്യുന്നത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഒരു പ്രത്യേക അക്കാഡമിക് ഡിസിപ്ലിൻ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. പക്ഷേ ഇതിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് നമ്മളുടെ PDF ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. എക്സ്ട്രാ പോയിന്റ്സ് വേണമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വുഡ്രോ വിൽസൺ അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു. ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന എസ്സേ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എസ്സേ എന്ത് ചെയ്തു? 887 പുറത്തു വന്നു. അതാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ അക്കാഡമിക് വിങ് ആയിട്ട് അതിനെ മാറ്റുന്നത്. ഇനി ഗുഡ് ഗവേണൻസ്, UNDPയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡേറ്റകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ബ്യൂറോക്രസി തലത്തിൽ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞ ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവയുടെ ഓരോ ലെറ്ററുകളും എന്തിനെ സൂചിപ്പിക്കുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്തത് ആരൊക്കെയായിരുന്നു? ലൂഥർ ഗുള്ളിക്കും അതുപോലെ തന്നെ ലിൻഡൽ ഉർവിക്കുമായിരുന്നു. 2 പേരുകളും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. നോക്കൂ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ മെയിൻസ് പരീക്ഷയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കമ്പനി, കോർപ്പറേഷൻ ബോർഡും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഭാഗത്തേക്കൊക്കെ പോകുന്ന സമയത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കേരള ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനായിട്ട് വരും. അപ്പോൾ അവ കൂടി എന്ത് ചെയ്യുക? മനസ്സിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ഭാഗം പഠിച്ചു തീർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ പെട്ടെന്ന് എന്തെങ്കിലും പഠിച്ച് വേഗം ഈ പരീക്ഷ പാസ്സാവട്ടെ എന്നതിൽ നിന്ന് അപ്പുറത്തേക്കിട്ട് ലോങ് ടേമിൽ എന്ത് ചെയ്യുക? കണ്ടുകൊണ്ട് പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക. പിന്നെ ഈ ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡെലിവറിംഗ് ഗവൺമെന്റ് സർവീസസ് ഇലക്ട്രോണിക്കലി അല്ലെ, പ്രധാനമായിട്ട് സ്മാർട്ട് ഗവൺമെന്റ് ഉദ്ദേശം സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ്. അതായത് ഈ ഗവർണൻസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം? ഇതൊക്കെ ഓർക്കാം. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ, അവർ ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്തുന്നു, മോറൽ, അക്കൗണ്ടബിൾ ആക്കുന്നു, റെസ്പോൺസീവ്, ട്രാൻസ്പെറന്റ്, ഈ പ്രത്യേകതകളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഇനി ന്യൂ പബ്ലിക് മാനേജ്മെന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഹെൻറി ഫയോൾ എന്ന് പറയുന്ന പേര് കൂടി ഓർത്തു വെക്കുക. അദ്ദേഹമായിരുന്നു 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് അപ്ലൈസ് ടു ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് അപ്ലൈസ് ടു ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചത് ആര്? ഹെൻറി ഫയോൾ ആണ്. ഓക്കെ ആണല്ലോ? ഓർത്തിരിക്കുമല്ലോ? ഇതിലെന്ത് ചെയ്യരുത്? ഇനി സംശയങ്ങളൊന്നും ഉണ്ടാവരുത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. Consider the following statements about Weber's model of bureaucracy. മാക്സ് വെബർ അല്ലെ, ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവിടെ 2, 3, 4 പേരുകൾ പറഞ്ഞില്ലേ? ഇതുപോലെ നിങ്ങൾ ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പേരെന്ന് പറയുന്നത് ആരുടെ തന്നെയാണ്? ഒരു പേരെന്ന് പറയുന്നത് മാക്സ് വെബറുടെ പേര് തന്നെയാണ്. നോക്കൂ, ബ്യൂറോക്രസി എന്ന് പറയുന്ന വാക്ക് അല്ലെ, എന്താണ് ബ്യൂറോക്രസി എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്യുന്നത് മറ്റൊരാളാണ്. ആരാണ്? വിൻസെന്റ് ഡെ ഗോർണെ എന്ന് പറയും. ബ്യൂറോക്രസി എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്യുന്ന ആരാണ്? ഇത്തരം എക്സ്ട്രാ പോയിന്റുകൾ എഴുതാനാണ് ഇവിടെ നോട്ട്സിന്റെ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പോയിന്റുകൾ നിങ്ങളുടെ സ്റ്റഡി ഭാഗങ്ങൾ ഇവിടെ എഴുതി വെക്കുക. താഴെ ഒരു സെക്ഷൻ വേറെ തിരിക്കുക, ഇവിടെ വേറെ 3 സെക്ഷനൊക്കെ ആയിട്ട് തിരിക്കുക. സോ ദാറ്റ് നിങ്ങളുടെ മെയിൻ ഇൻഫർമേഷൻ ഇവിടെ എഴുതാം. അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളോ ഡേറ്റകളോ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാം. എക്സ്ട്രാ പോയിന്റുകൾ പിന്നെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥലത്ത് എഴുതാം. നിങ്ങളുടെ എഴുതുന്ന ഓരോ പേജും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ ഒരു തലത്തിൽ, നിങ്ങളുടെ ഐഡിയയിൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ എന്ത് ചെയ്യുക? ഭാഗങ്ങളായി തിരിക്കുക. ഓക്കെ, ഇനി ബ്യൂറോക്രസി എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്യുന്ന ആരായിരുന്നു? വിൻസെന്റ്
വിൻസെന്റ് ഡെ ഗോർണെ. ഈ ഡേ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് മാത്രം എന്താണ് പോർച്ചുഗീസ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈമിലൊരു കാര്യം വന്നിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതൊക്കെ ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. അത്തരം വാക്കുകളും കാര്യങ്ങളൊക്കെ ഓരോ ചെറിയ വാക്കുകളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചോദ്യം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ശരിയാക്കാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ വിൻസെന്റ് ഡെ ഗോർണെ ആരായിരുന്നു? വിൻസെന്റ് ഡെ ഗോർണെ ആയിരുന്നു ബ്യൂറോക്രസി എന്ന് പറയുന്ന ടേം എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് വെക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ വിൻസെന്റ് ഡെ ഗോർണെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇനി മറക്കരുത്. ഓക്കെ, വിൻസെന്റ് ഡെ ഗോർണെ എന്ത് ചെയ്യരുത്, ഇനി നിങ്ങൾ മറക്കരുത്. ആരായിരുന്നു? ബ്യൂറോക്രസി എന്ന് പറയുന്ന പേര് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഒരാളായിരുന്നു ആര്? വിൻസെന്റ് ഡെ ഗോർണെ എന്ന് പറയുന്ന ഇദ്ദേഹം. റൈറ്റ്, ഇനി അടുത്ത പോയിന്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വരാം. നോക്കൂ, മാക്സ് വെബർ. എന്താണ് മാക്സ് വെബർ? ഡിസ്ക്രൈബ്ഡ് ദ ഐഡിയൽ ടൈപ്പ് ബ്യൂറോക്രസി ആസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹയറാർക്കി, സ്പെഷ്യലൈസേഷൻ, ഫോർമൽ റൂൾസ് ആൻഡ് ഇംപേഴ്സണാലിറ്റി. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ന് പറയുന്നു. ഇനി ബ്യൂറോക്രസി ലിറ്ററലി മീൻസ് റൂൾ ബൈ ദ ഓഫീസ് അല്ലെങ്കിൽ ഡെസ്ക്. ഫ്രഞ്ച്, ഗ്രീക്ക് മിക്സ്ഡ് ആണെന്ന് പറയുന്നു. ഇനി വെബർ കോൾഡ് ബ്യൂറോക്രസി ദ മോസ്റ്റ് എഫിഷ്യന്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ടെക്നിക്കലി. അതായത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് എന്താണ് ഒരു ഓർഗനൈസേഷനെ കൊണ്ടുപോകുന്ന രീതിയാണ് ബ്യൂറോക്രസി എന്ന് എന്ത് ചെയ്യുന്നു, വെബർ പറയുന്നു. ബ്യൂറോക്രസി ഇൻ ഇന്ത്യ ഓപ്പറേറ്റ്സ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഓൺലി. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ജനറൽ സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്, അത് വലിയ കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ അത് ശരിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെന്താണ് എക്സ്ട്രീം വാക്കുകൾ അല്ലെ, ഓൺലി, ഇയാൾ മാത്രം, ഈ ആളുടെ അവിടെ മാത്രം, മറ്റേ സ്ഥലങ്ങളിൽ മാത്രം, ഈ ഒരൊറ്റ ആൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ ഒരു പ്രദേശത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ, ഓൺലി എന്ന് പറയും. ഇത്തരത്തിൽ എക്സ്ട്രീം ആയിട്ടുള്ള വാക്കുകളുണ്ട് അല്ലെ. ഇത്തരം വാക്കുകൾ വന്നാൽ അതെന്ത് ചെയ്യും, പലപ്പോഴും അത് പ്രശ്നമാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ചോദ്യം ഏതാ, ഇൻകറക്റ്റ് ഏത് എന്നതായിരുന്നു നമ്മുടെ ഇവിടുത്തെ ചോദ്യം വന്നിരുന്നത്. ഇവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് 4 ഓൺലി ആണ്. ഏതാണ്? 4 ഓൺലി. ഓൺലി സ്റ്റേറ്റ്മെന്റ് 4 ഈസ് എന്താണ്, wrong. Statement 1, 2, 3 are correct. Max Weber described bureaucracy as technically the most efficient form of organization characterized by എന്തൊക്കെയാണുള്ളത് നോക്കിക്കേ നിങ്ങൾ. ഹയറാർക്കി ഓഫ് അതോറിറ്റി, മലയാളത്തിൽ എന്താണ്, ശ്രേണീപരമായ സംഘാടനം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ശ്രേണീപരമായിട്ടുള്ള സംഘാടനം അല്ലെ, സംഘാടനം എന്ന് ചെയ്യാറുണ്ട്, പറയാറുണ്ട്, ശ്രേണീപരമായിട്ടുള്ള സംഘാടനം. ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സ്പെഷ്യലൈസേഷൻ, കൃത്യമായ വകുപ്പുകളും പലതുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. റിട്ടൺ ആയിട്ടുള്ള ഫോർമൽ റൂളുകൾ ഉണ്ട്. ഇംപേഴ്സണാലിറ്റി എന്താണ്, ഡിസിഷൻ ബേസ്ഡ് ഓൺ റൂൾസ് നോട്ട് പേഴ്സണൽ റിലേഷൻസ്. കരിയർ ബേസ്ഡ് എംപ്ലോയ്മെന്റ് അല്ലെ, കരിയർ ബേസ്ഡ് എന്താ പറയുന്നത്, എംപ്ലോയ്മെന്റ്. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി നമുക്ക് പറയാൻ പറ്റും അല്ലെ, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, പിന്നെന്താ ഉള്ളത്, ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ. ഇത് വളരെ എന്താ പറയുന്നത്, ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ പെർമനൻസ് എന്ന് പറയാറുണ്ട്, അത് കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്താണ് പെർമനൻസ്? പെർമനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മുഖ്യമന്ത്രി, മന്ത്രിമാരും അവരൊക്കെ എന്താണ്, ഇതിന്റെ തന്നെ ഭാഗമാണ് അല്ലെ. പ്രധാനമന്ത്രി ആണെന്നുണ്ടെങ്കിലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് വരുന്നു. പക്ഷേ പെർമനന്റ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ. പക്ഷെ പെർമനന്റ് എക്സിക്യൂട്ടീവ് ആരാണ്? അത് നമ്മളുടെ ബ്യൂറോക്രസിയാണ് അല്ലെ, ഉദ്യോഗസ്ഥരാണ് അല്ലെ. എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥരാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ എന്ത് ചെയ്യുന്നത്, പെർമനൻസ്. അവർ സ്ഥിരമായി ഉണ്ടാവും, മന്ത്രിമാരും ബാക്കിയവരും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവര് പെർമനൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ അവരെന്തായിരിക്കണം, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഉണ്ടാവണം. കാരണം ഗവൺമെന്റുകൾ വരും പോവും, പക്ഷെ ആര് പെർമനന്റ്ലി അവിടെ ഉള്ളവരാണ്, ഉദ്യോഗസ്ഥര് അല്ലെ, ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ. ബ്യൂറോക്രസിക്ക് മലയാളം എന്താണ്, ഉദ്യോഗസ്ഥ വൃന്ദം പെർമനൻസ് ആണ്, പെർമനന്റ് ആയിട്ട് അവിടെ ഉള്ളവർ ആളുകളാണെന്നും അതിനാൽ തന്നെ അവർ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി കാത്തു സൂക്ഷിക്കണമെന്നും എന്ത് ചെയ്യേണ്ടതുണ്ട്, അവര് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ്, ഓഫ് കോഴ്സ് ആൻഡ് ഒബ്വിയസ്ലി എന്താണ്, പ്രൊഫഷണലിസം അല്ലെ. അതെന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക, പ്രൊഫഷണൽ ആയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവര് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക, ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന ചോദ്യങ്ങളിൽ എന്താണ്, ഒന്നാണ് ഈ പറയുന്ന ഒരു ഭാഗം എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി സ്റ്റേറ്റ്മെന്റ് 4 എന്ന് പറഞ്ഞ് എങ്ങനെയാ റോങ് ആവുന്നത് നോക്കൂ. അതിൽ ഓൺലി എന്നുള്ള വാക്കാണ്. ഇന്ത്യൻ ബ്യൂറോക്രസി ഫങ്ഷൻസ് അണ്ടർ ദ ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ യൂണിയൻ ക്യാബിനറ്റ്. അത് കറക്റ്റ് ആണ് അല്ലെ. അത് തന്നെ പക്ഷെ എങ്ങനെയാണ്, അതാത് മിനിസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, യൂണിയൻ ക്യാബിനറ്റിൽ മന്ത്രിമാർ നോക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സോൾലി അണ്ടർ ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. പ്രൈം മിനിസ്റ്റർ ഓഫീസ് മാത്രമല്ല, ഇനി എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും മുകളിലത്തെ ഹെഡ് ആര് തന്നെയാണ്, തീർച്ചയായിട്ടും
പ്രസിഡന്റ് തന്നെയാണ് എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് പറഞ്ഞു വരുന്ന ആൾ പ്രസിഡന്റ് തന്നെയാണ് അല്ലെ. അപ്പൊ ദ സിവിൽ സർവീസ് ആർ ഗവേൺഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അല്ലെ. 308 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നോക്കിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതിനടിയിൽ വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള പേഴ്സണൽസിന് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലെ. ഇനി അതുപോലെ തന്നെ സർവീസുകൾക്ക് ഓരോരോ റൂളുകളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മൊത്തത്തിലുള്ള ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ബ്യൂറോക്രസിയുടെ ലിറ്ററലി മീനിങ് എന്താണ്, റൂൾ ബൈ ദ ഡെസ്ക് അല്ലെങ്കിൽ ഓഫീസ് തന്നെയാണ്. ബ്യൂറോ ആൻഡ് ക്രാറ്റിയ എന്ന് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ വാക്കുകളെ കൊണ്ടുവരുന്നത്. ഇതും എന്ത് ചെയ്യുക, ചില സമയത്ത് എറ്റിമോളജി എന്ന് പറയും. എന്താണ് എറ്റിമോളജി, എന്താണ് എറ്റിമോളജി? എറ്റിമോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകൾ അല്ലെ, വാക്കുകളുടെ പഠനത്തിനെയാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പൊ എറ്റിമോളജി തലത്തിൽ നോക്കുകയാണെങ്കിലും എന്താണ്, ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ അല്ലെ, സംശയങ്ങളില്ല ആ ഭാഗത്ത് എന്ത് ചെയ്യുകയാണ്, വിചാരിക്കുകയാണ്. ഇനി ചില എക്സ്ട്രാ പോയിന്റുകൾ ഒന്ന് എന്ത് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കുക. നോക്കൂ, മാക്സ് വെബർ. മാക്സ് വെബർ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് സ്റ്റഡി ഓഫ് ബ്യൂറോക്രസി. എന്താണ്, ഫാദർ ഓഫ് സ്റ്റഡി ഓഫ് ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കാര്യങ്ങൾ എന്താ പറയുന്നത്, അതിന്റെ പഠനത്തിനുമായി ബന്ധപ്പെട്ടിട്ട് മാക്സ് വെബർ എന്ത് ചെയ്യാറുണ്ട്, ഈ രീതിയിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക, ഇങ്ങനെ പല ആളുകൾ പല തലങ്ങളിലാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുക, അത് ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. മോസ്റ്റ്ലി ഇദ്ദേഹം മാർക്ക് വെബർ ഏത് രാജ്യക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആരാണ്? ജർമ്മൻ ആയിരുന്നു അദ്ദേഹം. എവിടത്തെ ആളായിരുന്നു അദ്ദേഹം? ജർമ്മൻ. ഹി വാസ് എ ജർമ്മൻ. ഓക്കെ, അപ്പൊ ജർമ്മൻ ആയിട്ട് ഒരു പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആയിരുന്നു അദ്ദേഹം കേട്ടോ. അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, തിയറി ഓഫ് ബ്യൂറോക്രസി. മനസ്സിലാവുണ്ടോ? തിയറി ഓഫ് ബ്യൂറോക്രസി ആരുടെ വകയായിരുന്നു? മാക്സ് വെബറുടെ വകയായിരുന്നു. എന്ത് ചെയ്യുക, ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ പല കാര്യങ്ങളെക്കുറിച്ചും വിരുദ്ധാഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. നോക്കൂ, ഐഡിയൽ ടൈപ്പ് ഓഫ് ഹയറാർക്കി, സ്പെഷ്യലൈസേഷൻ, ഫോർമൽ റൂൾസ്, ഇംപേഴ്സണാലിറ്റി, ഇതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് മാക്സ് വെബർ ആയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ് നോഡൽ ഏജൻസി ഫോർ പേഴ്സണൽ പോളിസി ഇൻ ഇന്ത്യ. ഓൾ ഇന്ത്യ സർവീസുകൾ 3 ഉണ്ട്, IAS, IPS, IFOS. ഇത് ഫോറിൻ സർവീസ് അല്ല, ഫോറസ്റ്റ് സർവീസ് ആണ് കേട്ടോ. ഫോറസ്റ്റ് സർവീസ് ആണ്, ഫോറിൻ സർവീസ് അല്ല, പ്രത്യേകം ഓർക്കുക. ഇതുവരെ UPSC ആണ് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. ഇവരുടെ പ്രത്യേകം ഓൾ ഇന്ത്യ സർവീസ് എന്നറിയപ്പെടാൻ കാരണം എന്താണ്, ഇവര് സെൻട്രലിലും സ്റ്റേറ്റിലും വർക്ക് ചെയ്യും. IAS, IPS, IFOS ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും, അവരുടെ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഡെപ്യൂട്ടേഷനിൽ സെൻട്രലിലേക്ക് പോകും. പക്ഷെ അവർക്ക് എന്തുണ്ടാകും, പാരൻ കേഡറുകൾ ഉണ്ടാവും. കേരള കേഡർ, ഗുജറാത്ത് കേഡർ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കേഡറുകൾ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ഇപ്പൊ അജിത് ഡോവൽ അല്ലെ, നിങ്ങൾക്കൊക്കെ അജിത് ഡോവലിനെ അറിയാം. അജിത് ഡോവൽ ഏത് കേഡർ ആയിരുന്നു അറിയോ നിങ്ങൾക്ക്? കേരള കേഡർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. മനസ്സിലാവുന്നുണ്ടോ? കേരള കേഡർ ഉദ്യോഗസ്ഥനായിരുന്നു ആര്? അജിത് ഡോവൽ എന്ന് പറയുന്ന ഇദ്ദേഹം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കേഡറുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ അദ്ദേഹം എന്ത് ചെയ്യും, വർക്ക് പിന്നെ എന്ത് ചെയ്യും, പക്ഷേ ഡെപ്യൂട്ടേഷനിൽ പോകും. പിന്നെ അവരെ എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി അവിടേക്ക് ചിലപ്പോൾ അസൈൻ ചെയ്തിട്ട് അവിടത്തേതായിട്ടുള്ള ഡ്യൂട്ടികളിലേക്ക് എടുക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അൾട്ടിമേറ്റ്ലി ആരുടെ കീഴിലാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. പക്ഷേ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ഫൈനൽ ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ഈ 3 കൂട്ടരുടെ എഗെയിൻസ്റ്റ് ഫൈനൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അനുവാദത്തോടെ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ? സ്റ്റേറ്റിന് എന്ത് ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം താൽക്കാലികമായിട്ട്. ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാം എന്നല്ലാണ്ട് ഫൈനൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും? UPSCയുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൂടി എടുത്തുകൊണ്ട് സെൻറ്ററിൻ്റെ കയ്യിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫൈനൽ ഡിസിഷൻ എന്ന കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആർട്ടിക്കിൾ 308 മുതൽ 323 ഇടയിലുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾക്ക് നിങ്ങൾ പഠിക്കണം. ഇപ്പം 309 എടുക്കുകയാണെങ്കിൽ അതാണ് റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏത് കാര്യങ്ങൾ? റിക്രൂട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരുടെ റിക്രൂട്ട്മെന്റ്, അപ്പോയിന്റ്മെന്റ്, അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് സർവീസസ് ഓഫ് പേഴ്സൺ സെർവിങ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. ഇതൊക്കെ ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ്. സെൻട്രലിനും സ്റ്റേറ്റിന്റെയും മൊത്തത്തിലുള്ള നിയമങ്ങൾ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ യൂണിയന്റെയും സ്റ്റേറ്റിന്റെ അടിയിലുള്ള ആളുകളുടെ റിക്രൂട്ട്മെന്റ്, അപ്പോയിന്റ്മെന്റ്, സർവീസ് കണ്ടീഷൻസ്, ഇതൊക്കെ പറയുന്ന ആർട്ടിക്കിളുകളാണ് ഏത്? ആർട്ടിക്കിളാണ് 309 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 310 എന്താ? 310 ഇവരുടെ ടെന്യൂറിനെ കുറിച്ച്, കാലാവധി, അതിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ് ഇത് 310 എന്ന് പറയുന്നത്. 311 എന്ന് പറയുന്നത് എന്താണ്? അവിടെയാണ് ശിക്ഷാ നടപടികൾ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡിസ്മിസൽ തുടങ്ങിയിട്ടുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടല്ലേ, അത്തരം കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്? അതൊക്കെ ആർട്ടിക്കിൾ 311 അവിടെയാണ്. പല രീതിയിലുള്ള ശിക്ഷാ നടപടികൾ. 312 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചാണ്. ഓൾ ഇന്ത്യ സർവീസസിനെ കുറിച്ച് 312 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ആർട്ടിക്കിളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. 315 പിന്നെ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാലോ എന്താണ്, 335 അല്ല, 315 ഏതാണ്?
PSCകൾ അല്ലെ, പബ്ലിക് സർവീസ് കമ്മീഷനുകൾ. അത് യൂണിയൻ ആണെങ്കിലും അതുപോലെ തന്നെ ഏതാണ് നമ്മളുടെ ബാക്കി എന്താ പറയുക സർവീസ് കമ്മീഷനുകളൊക്കെ ആണെങ്കിലും 315 അപ്പോൾ 315 ഇമ്പോർട്ടൻ്റ് ആണ്. 12, 11, 19 അങ്ങനെ ഈ റേഞ്ചിലുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്, അത് PDF-ൽ നിന്ന് വായിച്ചാൽ മതി. അടുത്ത ചോദ്യം, ഓക്കെ, ഇത് സെയിം ഭാഗങ്ങൾ. ഓക്കെ, ഇത് എക്സ്ട്രാ കുറച്ചുകൂടി ഭാഗങ്ങളാണ്. ഓൾ ഇന്ത്യ സർവീസുകൾ ഏതൊക്കെയാണ്? ഇതേ ഭാഗങ്ങളാണ് ഓൾ ഇന്ത്യ സർവീസുകൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. KSനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സർദാർ പട്ടേലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിനു മുമ്പ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒക്കെ വരുന്നതിന് മുമ്പാണ് സിവിൽ സർവീസ്, ഇന്ത്യൻ സിവിൽ സർവീസ് ആയിരുന്നു. അതിന് സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചിട്ടുള്ള ആരായിരുന്നു? സർദാർ പട്ടേൽ ആയിരുന്നു അല്ലെ. അപ്പൊ ഇന്ത്യയുടെ സിവിൽ സർവീസ് ഡേ എന്നാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയുമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ സിവിൽ സർവീസ് ഡേ എന്ന് പറയുന്നത് എന്നാണ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് താഴെ കമന്റ്. 2 കാര്യങ്ങൾ കമന്റ് ചെയ്യണം. എന്താണ് 2 കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം? ഒന്ന്, ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ്. ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ് ആരാണ് എന്ന് ചെയ്യുക, നിങ്ങൾ നോക്കുക. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ് ഒരാളാണ്. അത് ആരാണെന്ന് ചെയ്യുക, എഴുതുക. അതുപോലെ തന്നെ എന്താണ് സിവിൽ സർവീസസ് ഡേ ഇന്ത്യയിൽ എന്നാണ് ആചരിക്കുന്നത് എന്നും എഴുതുക. 2 കാര്യങ്ങൾ. അപ്പൊ ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ് ആരാണെന്ന് എഴുതുക, സിവിൽ സർവീസസ് ഡേ ഇന്ത്യയിൽ ആചരിക്കുന്നത് എന്നാണ് എന്ന് ചെയ്യുക, എഴുതുക. ഇത് രണ്ടും എന്ത് ചെയ്യുക, എഴുതുക. ഇത് നിങ്ങൾ തപ്പുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ. പിന്നെ ബാക്കി ഇതിൽ തന്നിട്ടുള്ള എന്താ പറയുന്നത് എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾ PDF-ൽ നിന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, റൈറ്റ്. അടുത്ത ഭാഗത്തേക്ക് പോലെ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഇതാ അടുത്ത ചോദ്യം. എന്താണ്? ഇ ഗവേണൻസ് ആണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് അല്ലെ. ഇ ഗവേണൻസ് ആണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. ഇ ഗവേണൻസ് refers to the use of information and communication technology ICT by governments to deliver services. കൺസിഡർ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. കൺസിഡർ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ വാസ് ലോഞ്ച്ഡ് in India in 2006. DigiLocker is an initiative under Digital India program to provide digital documents management. Umang app integrates 1,200 plus government services across central and state departments. The Digital India program was launched in 2014. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. ഇതെന്ത് ചെയ്യുക, നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാൽ. ഇനി ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ്. ഇപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഇ ഗവേണൻസ് ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലെ. എന്താണ് ഗവൺമെന്റ് ടു സിറ്റിസൺസ് അല്ലെ, ഗവൺമെന്റ് ടു സിറ്റിസൺസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയുണ്ട് അല്ലെ. G2C ഗവൺമെന്റ് ടു സിറ്റിസൺസ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഗവൺമെന്റ് ടു സിറ്റിസൺസ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ടു എന്താ പറയുന്നത് ബിസിനസ് കിടക്കുന്നുണ്ട് അല്ലെ. ഗവൺമെന്റ് ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞൊരു രീതി എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ് കിടക്കുന്നുണ്ട് അല്ലെ. ഗവൺമെന്റ് ടു സിറ്റിസൺ ഉണ്ട്, ഗവൺമെന്റ് ടു അതുപോലെ ഗവൺമെന്റ് ടു ഗവൺമെന്റും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട് അല്ലെ. ഇവ ഓരോന്നിന്റെയും ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതൊക്കെ ടൈപ്പ് അല്ലെ, ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഉണ്ടോ, ഗവൺമെന്റ് ടു സിറ്റിസൺ ഉണ്ടോ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഓരോന്നും എന്ത് ചെയ്യുക, നോക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതിലെന്ത് ചെയ്യരുത്, അതിലൊരു എന്തുണ്ടാവരുത്, ഒരു പ്രശ്നം എന്ത് ചെയ്യരുത്, ഒരിക്കലും ഉണ്ടാകരുത്. ഇനി ബാക്കി സ്റ്റേറ്റ്മെന്റുകളൊക്കെ നിങ്ങൾ ഒന്ന് നോക്കിയിട്ടുണ്ടാകും. ഇതെന്താണ്, ഫാക്ച്വൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഏതാണ് കുറെ ഫാക്ച്വൽ ആയിട്ടുള്ള എന്തുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ആൻസർ എന്ന് പറയുന്നത് only 4 ആണ് ഇൻകറക്റ്റ്. ഓൺലി ദ 4th സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. ഡിജിറ്റൽ ഇന്ത്യ എപ്പോഴാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്, 2015 ഡിജിറ്റൽ ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ 2006 ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഡിജി ലോക്കറിന്റെ ഉദ്ദേശം എന്ത് തന്നെയാണ്, 2015 ലോഞ്ച് ചെയ്യപ്പെട്ടു. ഇറ്റ് അലൗസ് നമ്മുടെ എല്ലാവരുടെയും ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റലി സൂക്ഷിക്കാനായിട്ട് സാധിക്കും, കയ്യിൽ കൊണ്ടു നടക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഉമാങ് എന്ന് പറയുന്നത് ഇതാണ്, യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. 2017 എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യപ്പെടുന്നത്. 2017 എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഇന്റഗ്രേറ്റ്സ് അറൌണ്ട് 1,200 പ്ലസ് ഗവൺമെന്റ് സർവീസസ് ആണ് സിംഗിൾ ആപ്പ്. ഇനി ഇതുപോലെ കോമൺ സർവീസ് സെന്ററുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? PMG ദിശ എന്താണ് എന്ന് ചെയ്യുക, മനസ്സിലാക്കുക. ഭാരത് നെറ്റ്, ആധാർ എനേബിൾഡ് ആയിട്ടുള്ള സർവീസുകൾ,
GSTN, അത് ഗവൺമെന്റ് എന്താ പറയുക, ഈ മാർക്കറ്റ് പ്ലേസുകൾ, ഇങ്ങനെ സ്ഥിരമായിട്ട് ന്യൂസുകളിൽ വരുന്നതായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് അല്ലെ. അവ എന്ത് ചെയ്യുക, അവയൊന്ന് അക്ഷയ സെന്ററുകളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അക്ഷയ സെന്ററുകളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്ഥിരമായി ന്യൂസിൽ വരുന്ന ഭാഗങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക, നോക്കുക, ആ ഭാഗങ്ങൾ പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി എന്ത് ചെയ്യുകയാണ്, ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ ആണല്ലോ, റൈറ്റ്. അടുത്ത ഭാഗത്തേക്ക് പോയാൽ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ എക്സ്ട്രാ പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട സെയിം പോയിന്റുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ചില ഭാഗങ്ങൾ എന്താണ് എക്സ്ട്രാ പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നുണ്ട്. ഇപ്പോൾ G2C എന്താണ്, G2B എന്താണ്, G2G എന്താണ്, G2E എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിലവിൽ എന്താ പറയുന്നത് ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ RTI ആക്ടിലേക്കും ഇൻഫർമേഷൻ കമ്മീഷനിലേക്കും പോവുകയാണ്. ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകൾ പറഞ്ഞു പോകലാണ് നമുക്കിപ്പോൾ സാധിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മുഴുവനായിട്ട് സിവിക്സ് പഠിപ്പിച്ച് തരാൻ നമുക്ക് കഴിയില്ലെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട RTI ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? ഇനി RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് was enacted in 2005. Consider the following statements. RTI Act 2005 repealed the Freedom of Information Act 2002 എന്ന് പറയുന്നു. Under RTI, information must normally general case പറയുന്നു, okay, be provided within 30 days of application. എന്ത് ചെയ്യുന്നു പറയുന്നു, the Chief Information Commissioner of India is appointed by the President on the recommendation of a committee headed by the Prime Minister. Prime Minister ഹെഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയുടെ എന്താ പറയുക നിർദ്ദേശത്താലാണ് എന്ത് ചെയ്യുന്നത്, അഡ്വൈസ് പ്രകാരമാണ് പ്രസിഡന്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ നിയമിക്കുന്നത് എന്ന് പറയുന്നു. RTI does not apply to intelligence and security organizations like RAW and IB. RAWയും IB ഒക്കെ ഇന്റലിജൻസ് ഏജൻസി, സെക്യൂരിറ്റീസ് ഏജൻസീസ് RTIയുടെ പരിധിക്ക് പുറത്താണ് എന്നും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. വിച്ച് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? മുകളിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിലെ ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഏതാണ്? എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെ, എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഈ 12 ഒക്ടോബർ 2025 പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. ഇനി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ഒന്നുകൂടി മികച്ച രീതിയിലാക്കിയിട്ട് UPA ഗവൺമെന്റ് കൊണ്ടുവന്നൊരു രീതിയായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെ. UPA ഗവൺമെന്റിനെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഓർക്കണമെന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, UPA ഗവൺമെന്റിന്റെ. കാരണം ഇവരാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവരുന്നത്. അത് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ UPA ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പല അഴിമതികളും ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന എങ്ങനെയാണ്, ഈ ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ്. ഇൻഫർമേഷനെ എന്താ പറയുക ചോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക അല്ലെ, പത്രസമ്മേളനങ്ങളും ബാക്കി കാര്യങ്ങളും ഏത് രീതിയിലാണെങ്കിലും ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്താതിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്, അവിടെ കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ പണ്ട് രാജഭരണത്തിന്റെ സമയത്ത് അഴിമതി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും പലപ്പോഴും. അപ്പൊ പലപ്പോഴും ഞാൻ തിരിച്ച് തമാശയിൽ ചോദിക്കാറുണ്ട്, അല്ല ഈ രാജഭരണത്തിന്റെ സമയത്ത് അഴിമതി അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന ആരായിരുന്നു എന്ന് തിരിച്ചു ചോദിക്കും നമ്മൾ അല്ലെ. അപ്പോ അല്ല അത് പിന്നെ എന്നൊരു മറുപടി ആയിരിക്കും കിട്ടുക. അപ്പൊ എന്താണ് ഇൻഫർമേഷൻ അല്ലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ആക്ട് എന്താണ്, അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, സൺഷൈൻ, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് അല്ലെ, സൺഷൈൻ ഓഫ് ഡെമോക്രസി അല്ലെ, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് വിളിക്കുന്ന ആക്ട് ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്, അത് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കുട്ടികളിൽ എത്ര പേര് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടുകളൊന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ബാക്കി ആൾക്കാരെയൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുകയാണ് വേണ്ടത് ഈ ബോഡിക്ക്. അതിന് പകരം ആക്ച്വലി ഈ ബോഡിയുടെ എന്താ പറയുക, അതിനെ വീക്കൻ ചെയ്യുന്ന നടപടികളാണ് പല സർക്കാരുകൾ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അതിനെ വീക്കൻ ചെയ്യുകയല്ല, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ബോഡി ആയിട്ട് എന്ത് മാറണം, നമ്മളുടെ ഇൻഫർമേഷൻ കമ്മീഷൻ മാറുകയാണ്. ശരിക്കും ആത്മാർത്ഥമായിട്ട് അഴിമതി ഇല്ലാണ്ട് ഒരാൾ ഭരിക്കണം, നിങ്ങൾ ആൾക്ക് ധൈര്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി, ഇനി കീ പ്രൊവിഷൻസ്. ഇൻഫർമേഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്തിൻ 30 days. സാധാരണഗതിയിൽ ഒരാൾ എന്ത് ചെയ്യുകയാണ്, ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ 30 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ മറുപടി കൊടുക്കേണ്ടത്. സാധാരണഗതിയിൽ എങ്ങനെയാണ്, ഒരു 30 ദിവസത്തിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അതായത് എല്ലാ സ്ഥലങ്ങളിലും ഒരു പബ്ലിക് ആയിട്ടുള്ള എന്ത് ചെയ്യും, ഒരു പബ്ലിക് അതോറിറ്റീസ് എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? പബ്ലിക് അതോറിറ്റീസിന് എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും ഒരാൾ, ഒരു ഇൻഫർമേഷൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയും. ആരാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാത് ഓഫീസുകളിൽ ഈ കാര്യങ്ങൾ ഇൻഫർമേഷൻ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ഈ പബ്ലിക് ഇൻഫർമേഷൻ
ഓഫീസർ, ഈ PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഈ ചോദിച്ചതായിട്ടുള്ള കാര്യത്തിന്റെ മറുപടി കൊടുക്കേണ്ടത്. ഇത് സാധാരണഗതിയിൽ എന്ത് ചെയ്യുകയാണ്? സാധാരണഗതിയിൽ ഇത് കൊടുക്കുന്നത് എത്ര ദിവസത്തിനുള്ളിലായിരിക്കണം? 30 ദിവസം. ഇത് സാധാരണയാണ്. ഇനി ലൈഫ് ഓർ ലിബർട്ടിയെ ബാധിക്കുന്ന കാര്യമാണെങ്കിലോ അത് 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലാവുണ്ടോ? 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൊടുക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദിവസങ്ങളുടെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സാധാരണഗതിയിൽ 30 ദിവസമാണ് സമയമുള്ളത് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ലൈഫ് ഓർ ലിബർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴിക്ക് പോകുന്ന കാര്യമാണെങ്കിൽ ഒരു 5 ദിവസം കൂടുതൽ കിട്ടും. അതായത് 30ൻ്റെ ഒപ്പം ഒരു 5 ദിവസം കൂടി എന്ത് ചെയ്യും? കൂടുതൽ കിട്ടും റിയാക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വിവിധങ്ങളായിട്ടുള്ള ടൈം ഫ്രെയിമുകൾ കിടക്കുന്നത്. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അത് ഒരു ഹൈ പവേർഡ് റെക്കമെൻഡേഷൻ കമ്മിറ്റിയാണ് ഈ പേര് നിർദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിൽ അംഗങ്ങൾ? പ്രൈം മിനിസ്റ്റർ ആണ് ചെയർമാൻ. ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ലോക്സഭ മറ്റൊരു മെമ്പറാണ്. ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, നോമിനേറ്റഡ് ബൈ ദ PM. പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റർ. ഇവർ 3 പേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിനോട് ആരെയാണ് വെക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നത്. ഇനി ദർ ആർ ഷെഡ്യൂൾ 3 ഓർഗനൈസേഷൻ എന്ന് പറയും. അവിടെ ഇതിൻ്റെ രണ്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ROI, DRI, NIA പോലുള്ള എന്താ പറയുക ആളുകളുണ്ട്. ഇവർ ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം RTI. ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം RTI എന്ന കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമാണ് എന്ത് ചെയ്യുകയാണ്? വിചാരിക്കുകയാണ്. ഇനി RTI ആക്ട് കവേഴ്സ് പബ്ലിക് അതോറിറ്റീസ് അല്ലേ? എന്ത് ചെയ്യും? RTI ആക്ട് പബ്ലിക് അതോറിറ്റീസിന് എന്ത് ചെയ്യുന്നുണ്ട്? മുഴുവൻ കവർ ചെയ്യുന്നവയാണ്. ഇത് ഇൻഫർമേഷൻ എന്താണ് നിങ്ങൾക്ക് അറിയാമെന്ന് ചെയ്യുകയാണ് വിചാരിക്കുകയാണ്. RTI Amendment Act of 2019 changed the tenure and salary of CIC and ICs. അതായത് ഇതുവരേക്കും എന്തായിരുന്നു? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ആണെങ്കിൽ ഇലക്ഷൻ കമ്മീഷണറെ പോലെയുള്ള എന്താ പറയുക ശമ്പളം അങ്ങനത്തെ ആ സ്റ്റാറ്റസിൽ കൊടുക്കുമായിരുന്നു. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും എന്നുള്ള തലത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഇത് മാറ്റി. ഇതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറൊക്കെ ഇത്രയും ഇൻഫർമേഷൻ കമ്മീഷൻ എന്താ പറയുക റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അതിനെ എന്താ പറയുക സ്ട്രെങ്തൻ ചെയ്തൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ ഗവൺമെന്റിന് എന്താണ് ഇനി എന്തെങ്കിലും കുറേ കാലത്തേക്ക് ഒളിക്കാനുണ്ടോ? അതുകൊണ്ടാണോ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷേ എന്താണ് നിലവിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ ടെന്യൂറും സാലറിയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത് എന്തിനെയാണ് റീപ്ലേസ് ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അത് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന പ്രസിഡന്റ് ആണ്, PM ലെഡ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് എന്ന കാര്യം പറഞ്ഞു. ഇനി സെക്ഷൻ 8 ഉണ്ട് ഈ ആക്ടിലെ. സെക്ഷൻ 8 എന്ത് പറയുന്നു? എക്സംഷൻസ് പറയുന്നത് ഈ സെക്ഷൻ 8 ആണ്. കേട്ടോ, സെക്ഷൻ 8 എന്ത് ചെയ്യുന്നുണ്ട്? ചില എന്താ പറയുക പ്രധാനപ്പെട്ട ട്രേഡ് സീക്രട്ടുകൾ, ക്യാബിനറ്റ് പേപ്പേഴ്സ്, നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ, പ്രൈവസി പോകുന്നത്, പാർലമെന്ററി പ്രിവിലേജ് റിലേറ്റഡ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്താണ്? അവയൊക്കെ അത്രയും ഇൻഫോർമേഷൻസ് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അത്തരം ഇൻഫോർമേഷൻസ് ചോദിച്ചാൽ തരില്ല എന്ന് പറയാം എന്ന് പറഞ്ഞു. ഇപ്പം മിക്കവാറും വിമർശിക്കപ്പെടുന്ന കാര്യമാണ്. എന്ത് ഗവൺമെന്റുമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാലും നാഷണൽ സെക്യൂരിറ്റിയുടെ കാരണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന വിമർശനങ്ങളും ധാരാളമായിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ? ഇനി ഡേയ്സ് നോക്കിക്കേ, 30 ഡേയ്സ് 30 ഡേയ്സ് ആണ് നോർമൽ ഇൻഫർമേഷൻ. അത് അതിൻ്റെ ഇടയിൽ എന്തിൽ കൂടെ പോയാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒപ്പം ഒരു 5 ദിവസം കൂടി കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 48 hours ആണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ലൈഫ് ആൻഡ് ലിബർട്ടി ത്രെട്ടനിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. PDF നിന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ലോകായുക്ത ലോക്പാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ചോദ്യങ്ങളിലൂടെ നോക്കിയാലോ? നോക്കിക്കേ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലോക്പാൽ ആൻഡ് ലോകായുക്ത. എന്തൊക്കെയാ? ലോക്പാൽ നോക്കൂ, ഞാനപ്പോൾ ലോക്പാൽ ലോകായുക്ത പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻഫർമേഷൻസ് വായിക്കണം. ഞാനിപ്പോൾ ഇവിടെ പറയുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. അതുകൂടാതെ ബേസിക് ആയിട്ട് എല്ലാ പരീക്ഷകൾക്കും മനസ്സിലാക്കേണ്ട പോയിന്റുകൾ വേറെ എന്ത് ചെയ്യുക? നിങ്ങൾ വായിക്കുക. സോ വാട്ട് ഐ എം ടെല്ലിങ് യു പീപ്പിൾ ഈസ് ലോക്പാൽ ആൻഡ് ലോകായുക്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അതിനാൽ നിങ്ങളത് പഠിക്കണം. ഇതുകൂടിയാണ് ഞാനിത് ഇവിടെ ചോദ്യമായിട്ട് ഉൾപ്പെടുത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. മനസ്സിലായോ? അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ദ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 provided for establishment of Lokpal and central level and Lokayuktas at state level എന്ന് പറയുന്നു. The first Lokpal of India was Justice Pinaki Chandra Ghosh appointed in 2019 എന്ന് പറയുന്നു. Lokayukta was first established in Maharashtra in 1971 എന്ന് പറയുന്നു. The Lokpal
ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് കറപ്ഷൻ കംപ്ലയിൻസ് അഗെയിൻസ്റ്റ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർക്കെതിരെ അന്വേഷിക്കാം ഓൺലി വെൻ ദ പി എം ഈസ് നോ ലോങ്ങർ ഇൻ ഓഫീസ്. പക്ഷേ പി എം പ്രൈം മിനിസ്റ്റർ ഓഫീസിലിരിക്കുമ്പോൾ അന്വേഷിക്കാൻ പറ്റില്ല, അദ്ദേഹം പുറത്തു പോയതിനു ശേഷം മാത്രമേ പറ്റുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ ഇതിൽ എന്താണ് ശരി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? 1 2 3 ആണോ, 1 2 4 ആണോ, 2 3 4 ആണോ, 1 2 3 4 ആണോ? ആൻസർ 1 2 and 3 ഓൺലി എന്നുള്ളതാണ്. ഏതാണ് 1 2 and 3? 4, അതായത് പ്രൈം മിനിസ്റ്റർ ഓഫീസിലുള്ളപ്പോൾ അന്വേഷിക്കാൻ പറ്റില്ല എന്ന് ഒരു രീതി ഇല്ല എന്നെന്ത് ചെയ്യുക, ആലോചിക്കുക. പക്ഷേ ലോക്പാൽ ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് പ്രൈം മിനിസ്റ്റർ, ഓഫീസിലുള്ളപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. പക്ഷേ ഇറ്റ് റിക്വയേഴ്സ് അപ്രൂവൽ ഓഫ് എ ഫുൾ ബെഞ്ച് ഓഫ് ലോക്പാൽ. ലോക്പാലിന്റെ ഫുൾ ബെഞ്ചിന്റെ എന്താണ്, അപ്രൂവൽ വേണം. 2/3 മെജോറിറ്റി എന്ത് ചെയ്യേണ്ടതുണ്ട്, ലഭിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് അന്വേഷണം നടക്കുമ്പോൾ പ്രൈവറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങളും മറ്റും ചോദിച്ചിട്ട് ഉത്തരങ്ങൾ എടുക്കുന്നത്. അത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയും വേണമെന്നുമാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടേ പറ്റുള്ളൂ എന്നൊരു പരിപാടി ഇല്ല എന്നെന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് ശ്രദ്ധിക്കുക. ഇനി ലോക്പാൽ ലോകായുക്തയുടെ എക്സംപ്റ്റഡ് ഏരിയാസ് ഉണ്ട്, ഇവരുടെ പുറത്തുള്ള കാര്യങ്ങളുണ്ട്. എന്താണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റി, പബ്ലിക് ഓർഡർ, അറ്റോമിക് എനർജി, സ്പേസ്, ഇവയുടെ ഭാഗങ്ങളിലേക്ക് ആർക്ക് കടക്കാൻ പറ്റില്ല, ലോകായുക്തയ്ക്ക് കടക്കാനായിട്ട് പറ്റില്ല. ഇനി ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആയിരുന്നു ആദ്യത്തെ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായിരുന്നു, appointed as the first Lokpal of India in March 2019. Lokpal Lokayukt Act 2013 എന്താണ് വരുന്നത്, ഗവൺമെന്റ് പാസ് ചെയ്തത്. ഇറ്റ് മാൻഡേറ്റഡ് സ്റ്റേറ്റ്സ് ടു എസ്റ്റാബ്ലിഷ് ലോകായുക്താസ് വിത്തിൻ 1 year. ഇനി ലോകായുക്ത വാസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മഹാരാഷ്ട്ര ഇൻ 1971. മഹാരാഷ്ട്ര എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ് ഇൻ 1971. പക്ഷേ ആദ്യത്തെ ലോകായുക്ത ആക്ട് പാസ്സാക്കുന്നത് ഒഡീഷയായിരുന്നു. ഒഡീഷ ഇത് 970 അല്ലെങ്കിൽ 71 തുടക്കത്തിലോ മറ്റേ ആയിട്ട് പാസ്സാക്കുന്നുണ്ട്. പക്ഷേ ഒഡീഷയിൽ ഇത് നിലവിൽ വരുന്നത് എപ്പോഴായിരുന്നു, മച്ച് ലേറ്റർ, 1980കളുടെ 80s ആ സമയത്ത് എവിടെയോ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒഡീഷയിൽ നിലവിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ചേഞ്ച് എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പോൾ ആദ്യമായിട്ട് പലയിടങ്ങളിലും എന്ത് പറയാറുണ്ട്, ആദ്യമായിട്ട് നിലവിൽ വന്നത് ഒഡീഷയിൽ എന്ന് പറയുന്നത്. പക്ഷേ ആക്ട് വരുന്നുണ്ട്, നിലവിൽ വരുന്നത് പക്ഷേ മഹാരാഷ്ട്രയിൽ തന്നെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ? എക്സ്ട്രാ പോയിന്റുകളിൽ ഇവിടെ നോക്കൂ. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ 1966 ഒരു കാര്യം ചെയ്യുക. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ARCയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് നിങ്ങൾ അടുത്തതായിട്ട് കമന്റ് ചെയ്യുക. 2 ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി ചോദിച്ചിരുന്നു. ഫസ്റ്റ് ARCയുടെ ചെയർമാൻ ആര് എന്നത് എന്ത് ചെയ്യുക, താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ മൂന്ന് എന്താ പറയുക ആൻസറുകൾ നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ താഴെ എഴുതാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് റെക്കമെൻഡഡ് ലോക്പാൽ ആൻഡ് ലോകായുക്ത. ലോക്പാൽ ആൻഡ് ലോകായുക്തയുടെ ആദ്യം ഇങ്ങനെ ഒരു കാര്യം ബോഡികൾ വേണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ARC ആയിരുന്നു. LM സിഗ്വി ആയിരുന്നു ഈ ടേമുകൾ കൃത്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? LM സിഗ്വി ആണ് ഇത് കൃത്യമായിട്ട് ടേംസ് കോയിൻ ചെയ്യുന്നത്. ഇനി ഇതുപോലെ സന്താനം കമ്മിറ്റിയാണ്, നമ്മൾ അഴിമതിയെ കുറിച്ചാണല്ലോ പറയുന്നത്. 1964 CBI കുറിച്ചും വിജിലൻസിനെ കുറിച്ചും സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചൊക്കെയുള്ള റെക്കമെൻഡേഷൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് സന്താനം കമ്മിറ്റി ആയിരുന്നു. ആദ്യ ലോകായുക്ത എന്ന് പറയുന്നത് ഇത് ഒഡീഷയല്ല. ഒഡീഷയിൽ 1970 ആക്ട് ആണ് വരുന്നത്. മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കർണാടകയാണ് പലപ്പോഴും സ്ട്രോങ്ങസ്റ്റ് ലോകായുക്ത എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സ്ട്രോങ്ങസ്റ്റ് ലോകായുക്ത എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, കർണാടകയെ പലപ്പോഴും പറയാറുണ്ട്. ഇനി ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 വരുന്നുണ്ട്. അതെ, അണ്ണാ ഹസാരെ ആയിരുന്നു അല്ലേ, ഈ ജൻ ലോക്പാൽ മൂവ്മെന്റിലൂടെയാണ് ഇത് ചെയ്യുന്നത് വരുന്നത്. ഇനി ലോക്പാലിന്റെ ജൂറിസ്ഡിക്ഷനോ, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, they can investigate prime minister with 2/3 of the bench approval. ഫസ്റ്റ് ലോക്പാൽ ആരായിരുന്നു, പിനാക്കി ചന്ദ്രഘോഷ് ആയിരുന്നു. മാർച്ച് 2019 എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നമുക്ക് ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തലത്തിലുള്ള ചില പോയിന്റാണ്. നോക്കൂ, സ്ഥിരം ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ചിലപ്പോൾ പോകാറില്ല. കുറേ കൺസെപ്റ്റുകളും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില ഫാക്റ്റുകളൊക്കെ എന്താണ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകാനായിട്ട് നോക്കാം. സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് ദ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് ലോസ് അല്ലേ. നിയമങ്ങൾ ലോസ് ഉണ്ടാക്കുന്നവരാണ് ലെജിസ്ലേറ്റീവ് വിങ് ആണ് അല്ലെ. എക്സിക്യൂട്ടീവ് വിങ്ങിന്റെ പരിപാടി എന്താണ്, ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യൽ. നോക്കിക്കേ, ദ യൂണിയൻ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നൊരു സ്റ്റേറ്റ്മെന്റ്. Under the doctrine of pleasure, civil servants hold their post at the pleasure of president and governor. Doctrine of pleasure നിങ്ങൾക്ക് അറിയാമോ എന്നാണ് അവിടെ നോക്കുന്നത്. The chief minister of state is appointed by the governor and must enjoy the confidence of state legislative assembly. ശരിയല്ലേ? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ശരിയല്ലേ? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയത് ക്യാബിനറ്റ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു രാജ്യസഭ. ഇവിടെ പോയില്ലേ, രാജ്യസഭയോടാണോ?
ആരോടാണ്? ലോക്സഭ. അപ്പോൾ ഓൺലി 4 അല്ലേ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്? എന്തൊക്കെയാ നോക്കൂ. ക്യാബിനറ്റ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. ക്യാബിനറ്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും രണ്ടാണ്, എന്നാലും എന്താണ് ഇതിന്റെ ഉദ്ദേശം മനസ്സിലായെന്ന് വിചാരിക്കും ഞാൻ അടുത്ത്. ലോക്സഭയുടെ ഹൗസ് ഓഫ് പീപ്പിളിനോടാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭയോടല്ല. ആർട്ടിക്കിൾ 75(3) പ്രകാരം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. 1, 2, 3 കറക്റ്റ് ആണ്. യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അതിൽ പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇനി അറ്റോർണി ജനറലിനെയും ഇതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും കണക്ക് കൂട്ടാറുണ്ട്. അറ്റോർണി ജനറലും എന്താണ് ഈ രീതിയിൽ കൺസിഡർ ചെയ്യപ്പെടാറുണ്ട്. ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആർട്ടിക്കിൾ 310 പ്രകാരം എങ്ങനെയാണ്? പ്രീതി അല്ലെ, പ്രീതി വരെ ഒരാൾക്ക് പ്രീതി ഉള്ളൂ. ഓക്കെ, സിവിൽ സർവൻസ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ഓർ ദ ഗവർണർ. അതായത് സെൻട്രലിലാണെങ്കിൽ പ്രസിഡന്റ്, സ്റ്റേറ്റിലാണെങ്കിൽ ഗവർണർ. ബട്ട് ദിസ് ഈസ് സബ്ജക്റ്റഡ് ടു പ്രൊസീജിയറൽ സേഫ് ഗാർഡ്സ് അണ്ടർ ആർട്ടിക്കിൾ 311. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആർട്ടിക്കിൾ 310, 311 നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇത് അതുകൊണ്ടാണ് നിങ്ങളോട് നോക്കാൻ പറഞ്ഞത്. കാരണം എന്താണ്? ഇവര് സിവിൽ സർവൻസ് അവരുടെ ടെന്യൂർ എത്ര കാലം വരെ അവർക്ക് വർക്ക് ചെയ്യാം? ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്ലഷർ ഓഫ് ദ ഗവർണർ. എന്ന് വെച്ചാൽ പ്രസിഡന്റിനോ ഗവർണർക്ക് ഇഷ്ടപ്പെട്ടത് എന്നാ നീ ഇറങ്ങിപ്പോക്കോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ആർട്ടിക്കിൾ 311 പ്രകാരമാണ് ശിക്ഷാ നടപടികൾ എന്ത് ചെയ്യുന്നത്? ഫൈനലൈസ് ചെയ്യുന്നത്. അതിന് എന്തുണ്ട്? കൃത്യമായിട്ടുള്ള പ്രൊസീജിയറൽ സേഫ് ഗാർഡുകൾ ഉണ്ട്. ഇതൊക്കെ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നൗ CM ഈസ് അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ. ചീഫ് മിനിസ്റ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ ആൻഡ് മസ്റ്റ് കമാൻഡ് മെജോറിറ്റി ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇഫ് നോ ക്ലിയർ മെജോറിറ്റി, the governor has discretion to welcome anybody. Now collective responsibility means all ministers stand for or fall together. എന്താണ് collective responsibility? അതായത് ഇപ്പോ ഇവരെ എല്ലാവർക്കും കൂടി ഒന്നിലേക്ക് ഭരിക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി മന്ത്രിസഭ മൊത്തത്തിൽ വീഴാം. അല്ലാണ്ട് കുറച്ച് പേര് വീഴും കുറച്ച് പേര് ഇരിക്കലും പരിപാടി ഉണ്ടാവില്ല. നോ കോൺഫിഡൻസ് മോഷൻ അഗെയിൻസ്റ്റ് ദ കൗൺസിൽ മീൻസ് ഓൾ മിനിസ്റ്റേഴ്സ് മസ്റ്റ് റിസൈൻ. അപ്പോൾ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സായാൽ എല്ലാവരും പുറത്തേക്കാണ്, അല്ലാണ്ട് കുറച്ച് പേര് മാത്രമായിട്ട് പുറത്തേക്ക് പോകുന്നൊരു പരിപാടി ഇല്ല എന്നുകൂടി ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ്. അപ്പോൾ ആർട്ടിക്കിൾ 310 ആണ് ചെയ്യുന്നത് ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ കുറിച്ച് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. 11 ഇതിന് എഗെയിൻസ്റ്റുള്ള സേഫ് ഗാർഡുകൾ 11 കാണാൻ പറ്റുന്നുണ്ട്. ആർട്ടിക്കിൾ 164, ആർട്ടിക്കിൾ 74, 75, 163 ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ നമുക്ക് പരിശോധിക്കാം. Consider the following statements about Indian legislatures. എന്തൊക്കെയാണ്? രാജ്യസഭ is a permanent body and cannot be dissolved. A money bill can originate in either houses of the parliament. The speaker of Lok Sabha decides whether a bill is money bill. State legislative councils, Vidhan Parishads, exist only in 6 states currently. എന്താണ് ഇത്? ഓരോന്നും ഓരോ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ എടുത്തിട്ടുള്ളതാണ്. ഇതിൽ നമുക്കറിയാം എളുപ്പമായിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ? എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. കാരണം മണി ബിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മണി ബിൽ ക്യാൻ ഓൺലി ഒറിജിനേറ്റ് ഇൻ ലോക്സഭ അല്ലെ? ലോക്സഭ 109 എന്ന് പറയുന്നത് എന്താണ്? 109 എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ്. എന്താണ്? സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു മണി ബില്ലാണ് 109. 110 എന്താണ്? അത് മണി ബില്ലിന്റെ ഡെഫിനിഷൻ ആണ്. എന്ത്? 110 അല്ലെ? 110 മണി ബില്ലിന്റെ ഡെഫിനിഷൻ ആണ്. 109 സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു ദ മണി ബില്ലാണ്. അതുകൊണ്ടാണ് 109 110 രണ്ടും ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതപ്പെട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എളുപ്പമാണ്. രാജ്യസഭയിലേക്ക് എന്താണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനേ പറ്റില്ല. ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ലോക്സഭയിൽ പാസ്സായിട്ട് ഇറ്റ് ഗോസ് ടു രാജ്യസഭ which can only make recommendations. റിജക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? റെക്കമെൻഡ് ചെയ്യാം ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണേ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അതിലും എന്താണ്? അതിലുമുണ്ട് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്താണ് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്? ഈ ബില്ല് 14 ദിവസം മാക്സിമം അവിടെ വെക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? 14 ദിവസം കഴിഞ്ഞാൽ ദിസ് ബിൽ ഈസ് ഡീംഡ് പാസ് ബൈ ദ ലോക്സഭ. ലോക്സഭ എന്തൊക്കെ ചെയ്തോ അതനുസരിച്ച് ബില്ല് പാസ്സായി എന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തീരുമാനിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ പോയിന്റുകളെല്ലാം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ? അതിൽ സംശയങ്ങളൊന്നും പാടില്ല. ഇനി ആർട്ടിക്കിൾ 110(3) എന്താണ്? സ്പീക്കർ ഓഫ് ദ ലോക്സഭ സർട്ടിഫൈസ് ബിൽ ആസ് മണി ബിൽ. ഇത് ഫൈനലാണ്. ഇതെന്താണ്? ഇത് ഫൈനലാണ് ആൻഡ് കനോട്ട് ബി ചാലഞ്ച്ഡ് ഇൻ എനി കോർട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മണി ബില്ല് എന്ന് പറയുന്നത് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? കോർട്ടിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതിനെതിരായിട്ട് പിന്നീട് പലപ്പോഴും കോർട്ടിലേക്ക് മൂവ് ചെയ്യുകയും
ഒരു മാലഫൈഡ് എന്നുള്ള തലത്തിലേക്കൊക്കെ അത് പരിശോധിക്കാൻ പറ്റുമോ എന്നൊക്കെ കോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചില സമയങ്ങളിൽ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനറലി എങ്ങനെയാണ് റൂള്, മണി ബില്ല് എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കർ ഓഫ് ദ ലോക്സഭയാണ്, അത് ഫൈനലാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? രാജ്യസഭ പെർമനന്റ് ബോഡിയാണ്. 1/3 മെമ്പേഴ്സ് എന്ത് ചെയ്യും, എല്ലാ 2 വർഷവും റിട്ടയർ ആയിക്കൊണ്ടിരിക്കും. ഇനി സ്റ്റേറ്റ്സ് വിത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നിലവിൽ സ്റ്റേറ്റ്സ് വിത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ 6 എണ്ണമാണുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നിവയ്ക്കാണ് നിലവിൽ 6 സ്റ്റേറ്റുകൾ വിത്ത് വിധാൻ പരിഷത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ നിലവിൽ ഉള്ളത് എന്നോർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? എക്സ്ട്രാ ഇൻഫർമേഷൻസ് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി സ്പേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നത്. ഇപ്പോൾ ജോയിന്റ് സിറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആന്റി ഡിഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0 ഓവറുമായി ബന്ധപ്പെട്ട് ചില പോയിന്റ്, അതായത് സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ചില ഭാഗങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ അവിടെ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ഭാഗം നോക്കിക്കേ നിങ്ങൾക്ക്. ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ലിറ്റിഗേഷൻസിനെ കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. നോക്കിക്കേ, ദ ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ സുപ്രീം കോർട്ട് ഇൻ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നു. ശരിയല്ലേ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. The High Court judge retires at 60 years while the Supreme Court judge retires at 65 years എന്ന് പറയുന്നു. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ, അല്ലെ PIL, അതാരൊക്കെയാണ്? ജസ്റ്റിസ് PN ഭഗവതിയും ജസ്റ്റിസ് VR കൃഷ്ണയ്യരും അതിൻ്റെ പിന്നിലെന്ന് പറയുന്നു. ദ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2010 ഫോർ സ്പീഡി ഡിസ്പോസൽ ഓഫ് എൻവയോൺമെന്റ് റിലേറ്റഡ് കേസസ് എന്ന് പറയുന്നു. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നു. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള എന്താ പറയുന്നത് സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിൽ തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? നോക്കൂ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവിടെ ഓപ്ഷൻസും ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നേരെ തിരിച്ചിട്ടുള്ള ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടാവും, അത് എന്ത് ചെയ്യരുത്, പോയിട്ട് കുത്തിയിട്ട് വരരുത്. ഇനി എവിടെയാ പ്രശ്നം? എന്താ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ്, വായിച്ച ഉടനെ അറിയാം. സുപ്രീം കോടതി ജഡ്ജി 65 വയസ്സിൽ ആണ്, ഹൈക്കോടതി ജഡ്ജി 60 അല്ല 62 വയസ്സിലാണ്. ഇനി കേശവാനന്ദ ഭാരതി വെരി ഫേമസ്, അല്ലെ? 13 ജഡ്ജിമാർ, ഇതുവരെയുള്ള ജഡ്ജിമാരുടെ എണ്ണത്തിലെ ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ബെഞ്ച് സ്ട്രെങ്ത് ഏതായിരുന്നു? കേശവാനന്ദ ഭാരതിക്കായിരുന്നു. ഇതിൽ 7-6 മെജോറിറ്റിയിലാണ് ചെയ്യുന്നത് വിധി വരുന്നത്. 6 പേര് എതിർത്തു, 7 പേര് ഇപ്പോൾ പറഞ്ഞ വിധി എന്ത് ചെയ്തു, ഓക്കെ പറഞ്ഞു. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെ? പാർലമെന്റ് കനോട്ട് അമെൻഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഈ വിധി പറഞ്ഞു. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ജസ്റ്റിസ് PN ഭഗവതിയും ജസ്റ്റിസ് VR കൃഷ്ണയ്യരുമാണ് പയനിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർഡിനറി സിറ്റിസൻസിന് എന്ത് ചെയ്യണം, ജസ്റ്റിസിനുള്ള ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ത് ബോഡിയാണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് നമ്മൾ പറയും. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവാൻ കാരണം എന്താണ്? ഒരു ആക്ടിലൂടെ വന്ന ബോഡിയാണ്, അല്ലേ? ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. 4 സോണൽ ബ്രാഞ്ചുകളുണ്ട്. ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈ എന്നിവയാണ് സോണൽ ബെഞ്ചുകൾ എന്ന കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അഗെയിൻ ഇവിടെ എക്സ്ട്രാ പോയിന്റുകൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എക്സ്ട്രാ ഇനി അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. കൊളീജിയം, അല്ലെ? കൊളീജിയം മൊത്തത്തിൽ 5 സീനിയർ മോസ്റ്റ് സുപ്രീം കോടതി ജഡ്ജുകളാണ് ഉള്ളത് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? ഈ അടുത്ത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ആക്കി. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൂടാതെയാണ് 37 എന്ന് പറയുന്നത് കേട്ടോ. 37 ആക്കി, 33 37 ആക്കി. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടി 38 പേരുണ്ടാവും. ഓക്കെ, ഇനി ലോക് അദാലത്തുകളെ കുറിച്ച് ചോദ്യങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട്, സാധാരണ കോടതിയിൽ കൂടെ പോവാണ്ട് ഒരു ആൾട്ടർനേറ്റീവ് നോക്കുന്ന രീതിയിലുള്ള ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റമാണ് ലോക് അദാലത്തുകൾ. ആർട്ടിക്കിൾ 39 ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ രീതിയെക്കുറിച്ച് പറയുന്നത്. അതായത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഉറപ്പിക്കാനായിട്ടാണ് എന്ത് പറയുന്നത്, ലോക് അദാലത്തുകൾ നിലവിലുള്ളത്. ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987 പ്രകാരമാണ് ലോക് അദാലത്തുകൾ നിലവിൽ വരുന്നത്. അപ്പീലുകളില്ല, ഇതിന്റെ വിധി അവസാനമുള്ളതാണ്. ഒരു സിവിൽ കോർട്ടിന്റെ വിധിയുടെ എന്താ പറയുക സ്വഭാവമാണ് ഈ വിധികൾക്കുള്ളത്. ഓൺലി കോമ്പൗണ്ടബിൾ, ഏതാണ് കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസുകളെ അവിടെ പറ്റുള്ളൂ. ക്രിമിനൽ കേസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒഫൻസുകൾ മാത്രമേ എടുക്കാറുള്ളൂ. നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ് ലോക് അദാലത്തിൽ എടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസുകൾ മാത്രമേ അവിടെ പരിശോധിക്കാറുള്ളൂ എന്നുകൂടി ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 2 എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടി ചേർത്ത് ബാക്കിയുള്ളതും കൂടി വായിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ശ്രമിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം നോക്കുന്ന സമയത്ത് എന്താ നോക്കിക്കേ. The Election Commission of India is an autonomous constitutional body under Article 324 എന്ന് പറയുന്നു. EVMs, electronic voting machines were first used in
ഓൾ ഇന്ത്യൻ പാർലമെന്ററി എല്ലാ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂൻസിയും, അത് ത്രൂ ഔട്ട് കംപ്ലീറ്റ് ഇലക്ഷനിൽ EVMs മൊത്തം എല്ലാ കോൺസ്റ്റിറ്റ്യൂൻസിലും ഉപയോഗിക്കുന്ന ആദ്യമായിട്ട് 2004 ജനറൽ ഇലക്ഷനിലാണെന്ന് പറയുന്നു. നോട്ട, നൺ ഓഫ് ദ എബവ് ഓപ്ഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യൻ ഇലക്ഷൻസ് ആഫ്റ്റർ സുപ്രീം കോർട്ട് ഓർഡർ ഇൻ PUCL കേസ് 2013. A national party status is granted when a party wins 2% of the vote in Lok Sabha from at least 3 states എന്ന് പറയുന്നു. നോക്കൂ, എനിക്കറിയാം ഇത് കുറേ എണ്ണം കൺഫ്യൂസിങ് ആയിരിക്കും, കുറേ സാധനങ്ങൾ എന്തായിരിക്കും, കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനമായിരിക്കും. പക്ഷേ ഒരു പോയിന്റ് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ, എന്താണ് നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വേഗം വായിച്ച് എല്ലാം ശരിയെന്ന് വിചാരിച്ചു, പക്ഷേ 2% ഓഫ് വോട്ട് എന്നാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇത് 2% ഓഫ് വോട്ടാണോ? അല്ല, 2% ഓഫ് സീറ്റ്സ് ഇൻ ലോക്സഭ എന്നാണ്. ലോകസഭയിൽ 2% സീറ്റ് കിട്ടണം, അല്ലാണ്ട് 2% വോട്ടല്ല ലോക്സഭ ഇലക്ഷനിൽ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വോട്ട് പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് അവർ പറയാറുള്ളത് അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്, 4 തെറ്റാണ്. ഇത് നിങ്ങൾ ഒരാൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് 4 2 വെട്ടാം. പിന്നെ 1 2 3 1 3 അതിലെന്താണ് 2 ശരിയാണോ എന്നാണ് അറിയേണ്ടത്. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾ പല ആളുകളും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ഫാക്ട് തന്നെയായിരിക്കും. ആൻസർ ഏതാണ്? 1 2 and 3 ആർ കറക്റ്റ്. ഏതാണ്? 1 2 and 3 ആർ കറക്റ്റ്. നാഷണൽ പാർട്ടി ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? 2% സീറ്റ് കിട്ടണം ലോക്സഭയിൽ, വോട്ടല്ല. അതുപോലെ തന്നെ ഇത് എത്ര നിന്നായിരിക്കണം? 2% സീറ്റ്സ് ഇൻ ലോക്സഭ. ഇത് അറ്റ്ലീസ്റ്റ് 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നിന്നായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു പാർട്ടി സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ അത് സംസ്ഥാന പാർട്ടി ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കിട്ടും. അല്ലെങ്കിലോ സെക്യൂർ 6% ഓഫ് വാലിഡ് വോട്ട്സ് ഇൻ 4+ സ്റ്റേറ്റ്സ് ആൻഡ് വിൻ 4+ ലോക്സഭ സീറ്റ്സ്. ഇതാണ് നാഷണൽ പാർട്ടി ആവാനുള്ള എന്തെന്ന് പറയുന്നത് കണ്ടീഷനുകൾ. ഇനി EVMs were first യൂസ്, ആദ്യം യൂസ് ചെയ്യുന്നത് ഏതാണ്? 1982 കേരളത്തിലെ ബൈ ഇലക്ഷൻ, നോർത്ത് പറവൂർ ബൈ ഇലക്ഷനിലാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ഇനി ലോക്സഭ ഇലക്ഷൻസിൽ കംപ്ലീറ്റ്ലി എൻറ്റയർ ലോക്സഭ ഇലക്ഷൻ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് 2004 1999 എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കുറേ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇനി നോട്ട എപ്പോഴാണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് PUCL ഒരു കേസിന് പോയി. ഇതിനെ തുടർന്ന് 2013 സുപ്രീം കോടതി ഓർഡർ ഇടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നോട്ട കൂടി വേണം, നൺ ഓഫ് ദ എബവ് എന്നത് കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഉപയോഗിക്കണം. ആദ്യമായിട്ട് നവംബർ 2023 5 സ്റ്റേറ്റ് അസംബ്ലീസിൻ്റെ ഇലക്ഷനിലാണ് നോട്ട എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നുകൂടി എന്ത് ചെയ്യുക? ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? എന്താണ് അടുത്ത ചോദ്യം? ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. നോക്കൂ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വാസ് അഡോപ്റ്റഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഓൺ 10th December 1948 എന്ന് പറയുന്നു. ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1993 അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 എന്ന് പറയുന്നു. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ മസ്റ്റ് ബി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. The National Human Rights Commission can investigate human rights violations by state and central government personnel including armed forces directly എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെയാ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിക്കേ. ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതിന് ചില കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ചെകഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ആദ്യ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. ഇനി നോക്കിക്കേ, ആംഡ് ഫോഴ്സസ് വരുന്നുണ്ട്. ആംഡ് ഫോഴ്സസുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി കയറി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനായിട്ട് ആർക്ക് പറ്റില്ല? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് പറ്റില്ല. ഒന്നാമത്തെ പ്രശ്നം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ എന്താ അറിയോ? ദ ചെയർമാൻ മസ്റ്റ് ബി എ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ ആയിരുന്നു, പക്ഷേ 2019 എന്ത് ചെയ്തു? ഒരു മാറ്റം വന്നു. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കൂ, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓൺലി 1 and 2 ആർ കറക്റ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ ഓൺലി 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 ആർ കറക്റ്റ്, ബട്ട് 3 and 4 ആർ ഇൻകറക്റ്റ്. എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ cannot directly investigate complaints against armed forces under section 19 of protection of human rights act. Complaints against armed forces are forwarded to the central government for appropriate action. ഡയറക്റ്റ് ആയിട്ട് കണ്ടോ, എന്താണ്? ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കില്ല NHRCയുടെ. ഇനി NHRC can only make recommendations. ഇനി ബാക്കി പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? NHRC ചെയർമാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ
ഓർ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ്. പണ്ട് റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസിന് മാത്രമേ പറ്റുള്ളൂ, ഇപ്പോൾ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിക്കുമാകാം. ഇത് 2019 വന്ന അമെൻമെന്റിന് ശേഷമാണ് ഇങ്ങനെയൊരു മാറ്റം വന്നിട്ടുണ്ടായത്. ആൻഡ് NHRC ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് കംപ്ലയിൻസ് ഫയൽഡ് വിത്തിൻ 1 year ഓഫ് ദ വയലേഷൻ. ജനറൽ റൂൾ അങ്ങനെയാണ്. ഓക്കെ, ജനറൽ റൂൾ അങ്ങനെയാണ്. എന്ത് ചെയ്യുക, പ്രത്യേകം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ആ 2 സ്റ്റേറ്റ്മെന്റുകളിൽ തെറ്റുകൾ വന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക്. ഇനി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. ആ ഓർഗനൈസേഷൻസ് നോക്കിക്കേ. ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടൻ UK ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ജനീവയാണെന്ന് പറയുന്നു. UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ജനീവയാണെന്ന് പറയുന്നു. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസിന്റെ ഹേഗ് ആണെന്ന് പറയുന്നു. എന്താണ് ഇതിൽ ശരിയായിട്ട് ഉത്തരം? ഇതിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തെറ്റായിട്ടുണ്ടോ? ഒരെണ്ണം തെറ്റുണ്ട്. രണ്ടാമത്തേത് തെറ്റാ. 1, 3 and 4 ഓൺലി ആണ് ശരി. 2 ഈസ് ഇൻകറക്റ്റ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക് ആണ്, ജനീവയല്ല. ന്യൂയോർക്ക് ആണ്, ജനീവയല്ല. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉണ്ടല്ലോ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അത് ആരംഭിക്കുന്നത് 1978 ഹെൽസിങ്കി വാച്ച്, അതായത് USSR ഹ്യൂമൻ റൈറ്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഒപ്പിടുന്നുണ്ട്. ഹെലൻസ്കിയിൽ വെച്ചിട്ടാണ്, ഹെലൻസ്കിയിലാണ് ഒപ്പിടുന്നത്. അപ്പോൾ ഈ ഹെലൻസ്കി കരാറ് നടപ്പിലാക്കുന്നുണ്ടോ കൃത്യമായിട്ട് USSR എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെലൻസ്കി വാച്ച് എന്ന പേരിലാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉണ്ടാവുന്നത്. 1978 ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. ഇനി ആംനസ്റ്റി എന്തായിരുന്നു? 1961 ഉണ്ടാവുന്നത്. അതെന്താണ്? പ്രിസണേഴ്സിന്റെ കൺസൈൻസ്, പ്രിസണേഴ്സിനെ കുറിച്ചിട്ടുള്ള അവരുടെ അവകാശങ്ങളും മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ് നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ആംനസ്റ്റി UK ആണ്, ലണ്ടൻ ബേസ്ഡ് ആണ്. ക്വാർട്ടേഴ്സ് ഉള്ളത് ലണ്ടനിലാണ്. UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ജനീവയാണ്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC ഹേഗ് ആണ്. അതുപോലെ തന്നെ ഏതാണ്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും എവിടെ തന്നെയാണ്? ഹേഗിൽ തന്നെയാണെന്ന് ഓർക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതെല്ലാം വർഷങ്ങളിൽ ഫൗണ്ടഡ് ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതെന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ലേബർ ലോസുമായി ബന്ധപ്പെട്ട ചില പോയിന്റിലേക്ക് പോവുകയാണ്. ഓക്കെ, നോക്കൂ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019 replaced the Consumer Protection Act of 1986. Okay, consider the following statements. The 2019 Act established the Central Consumer Protection Authority to promote, protect and enforce rights of consumers. Under 2019 Act, a consumer can file a complaint online or electronically. Online item kudi anuvadichu ennu parayunnu. The pecuniary jurisdiction of district Consumer Commission under 2019 Act is up to 50 lakh. 50 ലക്ഷം വരെയാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷന് നോക്കാൻ പറ്റുക എന്ന് പറയുന്നു. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആർ ഓൾസോ ബ്രോട്ട് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019 എന്ന് പറയുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്നാണ്? ഇതിലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിൽ ചിലർക്കെങ്കിലും ഒരു സംശയം വരാൻ പോകുന്നത് പെക്യൂനിയറി ലിമിറ്റ്സിലാണ്. അതായത് 2019 പെക്യൂനിയറി ലിമിറ്റ്സ് പ്രകാരം ഇങ്ങനെ ആയിരുന്നില്ല ആക്ട് പ്രകാരം. പക്ഷേ പിന്നീട് 2021 എന്ത് ചെയ്തു? റൂൾസ് ഇറക്കുകയും ആ റൂൾസിലൂടെ 2019 ആക്ടിനടിയിലേക്ക് ചില മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ട് നിലവിൽ ഡിസ്ട്രിക്ട് കമ്മീഷൻ 50 ലക്ഷം വരെയൊക്കെയാണ് അന്വേഷിക്കാൻ പറ്റുക. സ്റ്റേറ്റ് കമ്മീഷൻ ആണെങ്കിൽ 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള ഇടപാടുകളിലുള്ള അന്വേഷണങ്ങൾ നടത്താം. നാഷണൽ കമ്മീഷൻ ആയിരിക്കും 2 കോടിക്ക് മുകളിലുള്ള കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. പിന്നെ ബാക്കി പോയിന്റുകൾ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ രൂപീകരണം. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്ക് എന്ത് ചെയ്യാം? സുവോ മോട്ടോ ആക്ഷൻ എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. സുവോ മോട്ടോ ആക്ഷൻ എടുക്കാൻ പറ്റുമോ? അതായത് സ്വയം ആക്ഷൻ എടുക്കാൻ, പരാതി ഒന്നും വേണ്ട, സ്വയം എടുക്കാൻ പറ്റും. ഒരു ന്യൂസ് കാണുന്നു, ആരും പരാതിയായിട്ട് വരുന്നില്ല, പക്ഷേ ന്യൂസ് കാണുന്നു, എന്ത് ചെയ്യാം? സ്വമേധയാ കേസ് എടുക്കാനായിട്ട് സാധിക്കും. ഓൾസോ ഓൺലൈൻ ഇലക്ട്രോണിക് കംപ്ലൈനിങ് ഓഫ് ദ ഫയലിംഗ് ഓഫ് ദ കംപ്ലയിൻസ് എന്ത് ചെയ്യുകയാണ്? തുടങ്ങുകയാണ്. ഇ-കൊമേഴ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ളവരുടെ കവറേജിലേക്ക് എന്ത് ചെയ്യുകയാണ്? വരികയാണ്. മനസ്സിലാവുണ്ടോ? പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞ രീതി, മാനുഫാക്ചർ അല്ലെങ്കിൽ സെല്ലർ, സർവീസ് പ്രൊവൈഡർ എന്താണ്? ദേ ആർ ലയബിൾ ഫോർ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് സർവീസസ് എന്ന രീതി എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരികയാണ്. ഇനി വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്നാണ്? 15 മാർച്ചിനാണ് എന്ന് കൂടി എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ സിവിക്സിന്റെ ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഇനി ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട്
14-ാമത്തെ 15-ാമത്തെ മറ്റേ ക്ലാസ്സാണ്. എനിക്ക് ഒന്നിന് വേൾഡ് ഹിസ്റ്ററി, കമ്പ്യൂട്ടർ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 2 ഭാഗങ്ങളും ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് ഇതുവരെ തരാൻ പറ്റിയിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവയുടെ അറ്റ്ലീസ്റ്റ് PDF-കളായിട്ടെങ്കിലും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തരാൻ പറ്റുമോ എന്ന് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ സിവിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിവിക്സിൻ്റെ ഇനി ബാക്കിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ PDF ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ ചോദ്യങ്ങൾ Q&A ആയിട്ട് തന്നെ എക്സ്ട്രാ എന്താ പറയുക ഇൻഫർമേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് നമ്മൾ എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് ഉപകാരപ്പെട്ടു, പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞ് സ്റ്റേജ് 3 കുട്ടികൾക്ക് ആരും ഒരു ഇൻഫർമേഷനും തരുന്നില്ല, ഒന്നും തന്നെ എത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ തുടങ്ങിയ ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. കൃത്യമായി മനസ്സിലാക്കുക, നല്ലതുപോലെ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് എവരിവൺ.